Hi everyone, NCVT second years exercise number 2.3.06 അതിനകത്ത് വരുന്നത് related problems of area of cutout regular figures. കഴിഞ്ഞ ക്ലാസ്സിൽ റെഗുലർ ഫിഗേഴ്സ്, സർക്കിൾ, സെഗ്മെന്റ്, സെക്ടർ ഓഫ് സർക്കിൾ എന്നിവയെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഏരിയ, ആർക്ക് ലെങ്ത്, പെരിമീറ്റർ ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന്. അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ എക്സസൈസിനകത്ത് വരുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൻട്രൽ ആംഗിൾ അവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ആൽഫ ആണ് സെൻട്രൽ ആംഗിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കിതിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുക? തന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? എ ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ, സെക്ടറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 140 millimeter സ്ക്വയർ ആണ്. ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഡി എന്താണ്? 30 millimeter ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്ടറിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയയുടെ θ/360 പോർഷനാണ് സെക്ടറിൻ്റെ ഏരിയ എന്ന് നമുക്കറിയാം. അപ്പം ഏരിയ ഓഫ് ദ സർക്കിൾ എന്താ? πr². ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ആറല്ല ഡയമീറ്റർ ആണ് തന്നിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ഡയമീറ്റർ വെച്ചിട്ടുള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു πd²/4 എന്ന് എഴുതാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈക്ക് 22/7 ഇൻറ്റു ഡിയുടെ വാല്യൂ 30 mm ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിയുമ്പം 707.143 millimeter സ്ക്വയർ ആണെന്ന് കിട്ടും. ഇനി ഏരിയ ഓഫ് ദ സെക്ടർ. ഏരിയ ഓഫ് ദ സെക്ടർ എന്താ? πr² ഇൻറ്റു ഇവിടെ ആൽഫ, തീറ്റയുടെ പകരമാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്? ആൽഫ എന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. πr² ഇൻറ്റു α/360. ആൽഫ ഈക്വൽ ടു 3 തീറ്റയാണ്. 140 mm സ്ക്വയർ. നമുക്ക് ഏരിയ ഓഫ് സെക്ടർ തന്നിട്ടുണ്ട് 140 mm സ്ക്വയർ ആണ്. 140 mm സ്ക്വയർ ഈക്വൽ ടു 707.143. πr² വാല്യൂ 707.143 ആണെന്ന് കിട്ടി. ഇൻറ്റു α/360. ഇതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? ആൽഫ ഈക്വൽ ടു 140 ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ 707.143. വാല്യൂ എന്ത് കിട്ടും? ആൻസർ 71.272 ഡിഗ്രി എന്ന് കിട്ടും. ഇതുപോലെ സെക്ടറിൻ്റെ ഏരിയ തന്നിട്ട് നമ്മളോട് സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇനി തിരിച്ച് ഇതുപോലെ സർക്കിളിൻ്റെ ഏരിയ തന്നിട്ട് തീറ്റ തന്നിട്ടുണ്ട്, സെക്ടറിൻ്റെ ആൽഫ ആംഗിൾ തന്നിട്ടുണ്ട്. നമ്മളോട് സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയാം. അതല്ലെങ്കിൽ സെക്ടറിൻ്റെ ഏരിയയും സർക്കിളിൻ്റെ ഏരിയയും തന്നിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ പറയാം. ഇങ്ങനെ പല രീതിയിൽ ചോദിച്ചാലും ഇതേ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഷീറ്റ്. ഈ ഷീറ്റിൽ ഇപ്പം എന്താ ഉള്ളത്? ഫിഗറിനകത്ത് നോക്കിയാൽ നമുക്കറിയാം ഷെയ്ഡ് ചെയ്ത പോർഷൻ ഉണ്ട്. നടുക്കൊക്കെ സർക്കിള് കാണിക്കുന്ന 8 സർക്കിൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഡ്രിൽ ചെയ്തെടുത്ത പോർഷനാണ്. അതായത് ഒരു ഷീറ്റ് ലെങ്ത് 750 mm ബ്രെഡ്ത്ത് 400 mm ഉള്ള ഒരു ഷീറ്റിനകത്തുനിന്ന് 180 mm ഡയമീറ്റർ ഉള്ള 8 സർക്കിളാണ് ഡ്രിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കി ആ ഷീറ്റിൻ്റെ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കുക. അതിൽ നിന്നും ഓരോ സർക്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക. ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അങ്ങനത്തെ 8 സർക്കിൾ, 8 ഇൻറ്റു ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ മൾട്ടിപ്ലൈ ചെയ്താൽ 8 സർക്കിളിൻ്റെ ഏരിയ കിട്ടും. ടോട്ടൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിളിൽ നിന്ന് 8 സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ പോരെ റിമൈനിങ് ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ടോട്ടൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 750 ഇൻറ്റു 400 mm സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 300,000 mm സ്ക്വയർ ആണെന്ന് കിട്ടി. ഏരിയ ഓഫ് ദ സർക്കിൾ കട്ടൗട്ട് ചെയ്ത സർക്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? πr². അല്ലെങ്കിൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഡയമീറ്ററിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാം. πd²/4 എന്ന് എഴുതി. ഈക്വൽ ടു പൈൻ്റെ വാല്യൂ 22/7 അല്ലെങ്കിൽ 3.14 എന്നിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇൻറ്റു 180 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. ആൻസർ എന്താണ്? 25,457.14 mm സ്ക്വയർ എന്ന് കിട്ടി. അത്രയും മില്ലിമീറ്റർ സ്ക്വയർ ആണ് ഓരോ സർക്കിളിൻ്റെയും ഏരിയ. ഇനി അങ്ങനത്തെ എത്ര സർക്കിൾ ഉണ്ട്? 8 സർക്കിൾ ഉണ്ട്. എന്ത് ചെയ്യുക? 8 സർക്കിൾ റിമൂവ്ഡ് ഫ്രം ദ ഷീറ്റ്. ഏരിയ ഓഫ് റിമൈനിങ് ഷീറ്റ് എന്താണ്? 300,000 മൈനസ് 8 ഇൻറ്റു 25,457.14 എന്ന് കിട്ടി. വാല്യൂ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? 198,171.428 millimeter സ്ക്വയർ. ഇത്രയുമാണ് ബാക്കിയുള്ള ഷീറ്റിൻ്റെ ഏരിയ എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒരു സർക്കിൾ തന്നു.
ആ സർക്കിൾ, അതായത് അതിൻ്റെ ഔട്ടർ റേഡിയസ് ഇത്രയാണ്, അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ വേറൊരു സർക്കിളിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തുള്ള സർക്കിളിൻ്റെ, ബാക്കി വന്ന സർക്കിളിൻ്റെ ഏരിയ എന്താണ് അത് കണ്ടുപിടിക്കാം. ഇങ്ങനെ ഏത് ഫിഗറിൻ്റെയും ഉള്ളിൽ നിന്ന് വേറൊരു പോർഷൻ ഡ്രിൽ ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടാൽ മതി? ബാക്കിയുള്ള പോർഷൻ കാണണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിൽ നിന്നും ഡ്രിൽ ചെയ്ത് കളഞ്ഞ ഫിഗറിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വാല്യൂ കിട്ടും. അല്ലേ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉള്ളിൽ നിന്ന് ഡ്രിൽ ചെയ്ത് കളഞ്ഞ ഫിഗറിൻ്റെ ഏരിയ തന്നിട്ടുണ്ടാവും. സർക്കിളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കേണ്ടി വരും. എത്ര റേഡിയസ് ഉള്ള സർക്കിളാണ് റിമൂവ് ചെയ്ത് കളഞ്ഞത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട്. ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഫിഗറിൽ തന്നിട്ടുള്ള രണ്ട് വലിയ സർക്കിളാണ്. ഒരു വലിയ സർക്കിൾ ഉണ്ട്, അതിൻ്റെ അകത്തൊരു ചെറിയ സർക്കിളും കൂടി ഉണ്ട്. അപ്പോൾ ഔട്ടർ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്താണ്? ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തെറ്റിപ്പോയതാണ്. ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 38 mm സ്മോൾ ഡി ഈക്വൽ ടു 32 mm എന്നാണ്. സ്മോൾ ഡി എന്ന് പറയുന്നത് അകത്തെ സർക്കിളിൻ്റെ ഡയമീറ്റർ 32 mm. അങ്ങനെയാണെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിപ്പോൾ എന്തുപോലെ ആയിരിക്കും? നമ്മളൊരു പൈപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൈപ്പിൻ്റെ അകത്ത് ഹോളായിട്ട് പുറത്തുണ്ടാവുമല്ലോ. അപ്പോൾ പൈപ്പിൻ്റെ ക്രോസ് സെക്ഷനിൽ ഏരിയ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുക. അതായത് ആ പൈപ്പിനൊരു കുഞ്ഞ് തിക്നെസ് ഉണ്ടാവും. ആ തിക്നെസ് കൺസിഡർ ചെയ്തിട്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ആകെ 6 mm തിക്നെസ് അല്ലേ ഉള്ളൂ. അപ്പം വളരെ ചെറിയൊരു തിക്നെസ് ഉള്ള ഒരു പൈപ്പ് എങ്ങാനും ആണ് എന്ന് അസ്യൂം ചെയ്യാം. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് എന്താണ്? ഏരിയ ഓഫ് ദ ബിഗർ സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദ സ്മോളർ സർക്കിൾ. ഏരിയ ഓഫ് ദ ബിഗർ സർക്കിൾ എന്താണ്? പൈ ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ ബൈ 4 മൈനസ് പൈ ഇൻറ്റു സ്മോൾ ഡി സ്ക്വയർ ബൈ 4. ആൻസർ എന്ത് കിട്ടും? പൈ ബൈ 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 38 സ്ക്വയർ മൈനസ് 32 സ്ക്വയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 329.7 mm² ആണ് എന്ന് കിട്ടും. ഇനി ഇതുപോലത്തെ ഫിഗേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്തുകൂടെ?